കേരളത്തിൽ ഇപ്പോൾ അനധികൃതമായ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പാറകളും മലകളും നശിപ്പിച്ചുകൊണ്ട് ഭൂമാഫികൾ അതെല്ലാം കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഭൂമാഫികളടക്കം ഇപ്പോൾ സർക്കാരിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരികയാണ്. ഒരുപക്ഷെ സർക്കാർ ഓഫീസുകളിൽ പണം വാരി വിതറാൻ ഈ ഭൂമാഫികൾക്ക് കഴിയുന്നത് കൊണ്ടാണോ അവർ ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റം നടത്തുന്നത് എന്ന് ചിന്തിക്കണം. ഒരു പരിധിവരെ ഖനനം എന്നത് നിയമാനുസൃതമായി നടത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ നിയമത്തിനെതിരെ നടത്തുന്ന ഓരോ ഖനനവും പ്രകൃതിക്ക് മാത്രമല്ല മനുഷ്യനടക്കം വലിയ ദോഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, വയനാട് ഉരുൾപൊട്ടൽ മൂലം നിരവധി ജീവനുകളാണ് നമുക്ക് ഇല്ലാതായത്. ഈ ഒരു ജീവൻ ഇല്ലാതായതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് മനുഷ്യ നിർമ്മിച്ച കാരണങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അനധികൃത ഖനനം മൂലവും മലകൾ ഇടിക്കുന്നതിലൂടെയും കുന്നുകൾ നശിപ്പിക്കുന്നതിലൂടെയും പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സം നിർത്തുന്നത് മൂലവും നിരവധി പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഡാം നിർമ്മിക്കുന്നതും പാലം നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെയുള്ള നിർമ്മാണങ്ങളൊക്കെ ഒരു പരിധിവരെ നല്ലതാണ്. എന്നാൽ അത് ഭൂമിക്ക് ദോഷമാകും തോറും മനുഷ്യനും ദോഷം കൂടുതലാവുകയാണ്. ഒരു ചെറിയ ഭൂമി കുലുക്കം വന്നാൽ തന്നെയും ഇതെല്ലാം തരിപ്പണമാകാൻ സാധ്യതകളേറെയാണ്. അതിനെയൊക്കെ പ്രതിജീവിക്കാൻ കഴിയുന്ന നിർമ്മാണങ്ങൾ സൃഷ്ടിച്ചാൽ പോലും അതെല്ലാം എത്രത്തോളം നിൽക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഇതിനെല്ലാം ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും കൂടി വരികയാണ്. വയനാട്ടിലെ സംഭവങ്ങൾ നമ്മൾ നിരവധിയായി സംസാരിക്കുന്നു. അടുത്തത് ഭൂമാഫിയകൾ കയ്യേറാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അട്ടപ്പാടി എന്ന് പറയുന്ന ആദിവാസി കേന്ദ്രമാണ്. അട്ടപ്പാടി നമുക്ക് തന്നെ അറിയാവുന്നൊരു സ്ഥലമാണ്. അവിടെ അങ്ങനെ ആളുകളൊന്നും ഒത്തിരി ചെല്ലാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നിയമങ്ങളോ ഇല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളോ അനാസ്ഥകളോ ഒന്നും നമ്മൾ ഒത്തിരി അറിയുന്നില്ല. മാധ്യമങ്ങൾ പോലും അവിടെയൊന്നും കവർ ചെയ്യാൻ പോകാറില്ല. എത്തിപ്പെടുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അട്ടപ്പാടി. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഭൂമാഫികൾ ഇപ്പോൾ നോട്ടം നോക്കി നിൽക്കുന്നത്. അതിന് ഒത്താശ ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർ. ഇത്തരത്തിൽ നിരവധിയായ കേസുകൾ അട്ടപ്പാടിയിൽ നടക്കുന്നുണ്ട്. മലകൾ കയ്യേറാനും പുഴകൾ ഇല്ലാതാക്കാനും കുന്നുകൾ ഇടിച്ചു നിർത്താനും കല്ലുകളിൽ നിന്നും ഖനനം നടത്താനും അങ്ങനെ ഒരുപാട് ഭൂമാഫിയകൾ അവിടെ നിന്ന് ജോലി ചെയ്യുകയാണ്. അവർ അവിടെ നിന്നും മനുഷ്യന് വേണ്ടതും മനുഷ്യന് വേണ്ടാത്തതുമായ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഭൂമിക്ക് ഏറ്റവും അത്യാവശ്യമായ പല വസ്തുക്കളും ഇല്ലാതാക്കാൻ ഭൂമാഫികൾ അവിടെ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി സംസാരം ഉന്നയിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ നിശബ്ദരായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യൻ ഇതുപോലെ തന്നെ ചിന്തിക്കുന്നത്? ഇനി അടുത്ത ദുരന്തമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നമ്മൾ? ഇനിയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് നമ്മൾ നിശബ്ദരായി നിൽക്കുകയാണെങ്കിൽ വലിയ വലിയ ഭൂകമ്പങ്ങളും സുനാമികളും അടക്കമുള്ള വലിയ ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുപക്ഷെ നമ്മളെയും ഇല്ലാതാക്കാൻ കാരണമാകും. അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഉടനെ തന്നെ ചെയ്യണം.